ഈസി ഹാൻഡ് വർക്ക് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഫാബ്രിക് പെയിൻറ്റിങ് സെഷനാണ്. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഫാബ്രിക് പെയിൻറ്റ്, ആരി വർക്ക്, ഹാൻഡ് എംബ്രോയ്ഡറി എന്നീ എല്ലാ സ്റ്റിച്ചുകളായാലും പെയിൻറ്റിങ് സെഷനായാലും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലെ മെറ്റീരിയൽസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലോത്ത്, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തുടക്കക്കാർക്കൊക്കെ പഠിക്കാനായിട്ട് കോട്ടൺ മെറ്റീരിയലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പോപ്ലിൻ ക്ലോത്താണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് 1 മീറ്റർ 2 മീറ്ററൊക്കെ നിങ്ങൾക്ക് എടുക്കാം. കുറച്ച് കൂടുതൽ വാങ്ങിച്ച് വയ്ക്കുക. ഒരു ക്ലോത്തിൽ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. വൈറ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ഷെയ്ഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് ക്ലോത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ പോപ്ലിൻ ക്ലോത്തിലാണ് ഫസ്റ്റ് ചെയ്ത് പഠിക്കുന്നത് നല്ലത്. നിങ്ങൾ ചെയ്തൊന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ വേറെ എന്താ പറയുക ഓർഗൻസ, അതുപോലെ നെറ്റ്, ബാക്കിയുള്ള ജോർജറ്റ്, ഷിഫോൺ അങ്ങനത്തെ മെറ്റീരിയലൊക്കെ പിന്നീട് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രാക്ടീസ് ആവണമെന്നുണ്ടെങ്കിൽ കോട്ടൺ മെറ്റീരിയൽ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് പോപ്ലിൻ ക്ലോത്ത് വേണം. അതുപോലെ തന്നെ നമുക്ക് പെയിൻറ്റ് വേണ്ടത്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫെവിഗ്രില്ലിൻ്റെ അക്രിലിക് കളേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അക്രിലിക്കിൻ്റെ കളർ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കളേഴ്സ് നമുക്ക് അതിനകത്ത് തന്നെ അവൈലബിൾ ആണ് ഫാബ്രിക് പെയിൻറ്റിൻ്റെ സെഷനിൽ. നമുക്ക് ഇതുപോലൊരു ബോക്സ് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സിന് ഏകദേശം റേറ്റ് വരുന്നത് 250 ആണ് ഈ ഒരു ബോക്സിന് റേറ്റ് വരുന്നത്. ഇതിനകത്ത് 12 കളേഴ്സാണ് നമുക്ക് ഉള്ളത്. നമുക്ക് ഇതിനകത്ത് വരുന്നത് 10 കളേഴ്സാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ നമുക്ക് വരുന്നത്. ഇതിന് ഹാഫ് ആയിട്ടുള്ള ബോക്സ് ഉണ്ട്, ചെറിയ ബോക്സ് ഉണ്ട്, അതിനൊക്കെ കുറച്ച് റേറ്റ് കുറവാണ്. അതിനകത്ത് 6 കളേഴ്സൊക്കെ തന്നെ വരുന്നുള്ളൂ. പക്ഷെ അതിലും നല്ല നമുക്ക് കുറച്ച് കൂടുതൽ കളേഴ്സുള്ള 10 ഷെയ്ഡിൻ്റെയൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ കുറേ കളേഴ്സ് നിങ്ങൾക്ക് അതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. 6 കളേഴ്സ് ഉള്ളതിനകത്ത് വെച്ചിട്ട് നമുക്ക് ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ അങ്ങനത്തെ ചെറിയ ചെറിയ ഷെയ്ഡ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് വാങ്ങിക്കുമ്പോൾ ഒരു വലിയ ബോക്സ് വാങ്ങിക്കുക. നിങ്ങൾക്കത് പിന്നീട് ഓരോ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കാണിച്ചു തരും. അപ്പോൾ നമുക്കിപ്പം ഈ ബോക്സിൽ ഉള്ള കളേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കളേഴ്സുള്ളൂ. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാവേ. അതായത് വരുന്നത് കുറച്ച് ഇതുപോലൊരു പേപ്പറും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കളറിനെ പറ്റി മനസ്സിലാവാനും. പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഡ്രോയിങ് പിക്ചറായിട്ടൊക്കെ ഇതിനകത്ത് വരയ്ക്കാനായിട്ടൊക്കെ കളർ ചെയ്യാനായിട്ടൊക്കെ ഒരു കാര്യമാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓരോ ഷെയ്ഡ്സിനെ പറ്റി ഇതിനകത്ത് കളർ ഷെയ്ഡിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. പല കളേഴ്സ് പറ്റി അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന കളേഴ്സ് എന്ന് പറഞ്ഞത് ഇത്രയും കളേഴ്സാണ്. ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്രൗൺ, ബ്ലാക്ക്, യെല്ലോ, ഗ്രീന്, പിങ്ക്, ഓറഞ്ച്, ഗ്രീന്, റെഡ്, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ലൂസായിട്ടല്ലാതെ കളേഴ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഫാബ്രിക് പെയിൻ്റൊക്കെ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ ഷോപ്പിലൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് പല കളേഴ്സ്, ഇത് ഇത്രയും കളറല്ല, കുറേ കളേഴ്സ് ഉണ്ട്. നിയോൺ കളേഴ്സ് ഉണ്ട്. നിയോൺ കളേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് വരുന്നത് കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള കളേഴ്സാണ് വരുന്നത്. അപ്പം നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് ക്ലോത്തിലല്ലാതെ നമുക്ക് ചെയ്യാനൊക്കെയാണെങ്കിൽ തന്നെ ഈ ഒരു പെയിൻറ്റ് തന്നെ ധാരാളം. പിന്നെ പോസ്റ്റർ കളർ എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. പോസ്റ്റർ കളർ നമ്മൾ ക്ലോത്തിൽ യൂസ് ചെയ്യാറില്ല. ക്ലോത്തിൽ അത് യൂസ് ചെയ്താൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പൊടി പോലെ കുറേ കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വരും. നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ ക്ലോത്തിലെല്ലാം ഫുള്ള് കളർ പിടിച്ച് എന്താ പറയുക, ക്ലോത്തിലെല്ലാം ഫുള്ള് അഴുക്കാവും. അപ്പം നമ്മൾ ക്ലോത്തിൽ എപ്പോഴും ചെയ്യുമ്പോഴത്തേക്കും ഫാബ്രിക് പെയിൻറ്റ് തന്നെ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ മ്യൂറലിലായാലും അല്ലാതെ നമ്മൾ സാധാ ഫാബ്രിക് പെയിൻറ്റ് ചെയ്യുവാണെങ്കിലും എല്ലാ പെയിൻറ്റിങ് സെഷനും നമ്മളൊന്നിൽ ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് പാലറ്റ് വേണം. ഒന്നുകിൽ നമുക്കിതാണ് പാലറ്റ് എന്ന് പറയുന്നത്. പെയിൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാൻ, അല്ലെങ്കിൽ ബോട്ടിൽ തുറന്ന് വെച്ച് നമ്മൾ പെയിൻറ്റ് എടുക്കുമ്പോൾ ബോട്ടിലിനകത്തിരിക്കുന്ന പെയിൻറ്റ് വേഗം കട്ട പിടിക്കും. അപ്പോൾ നമുക്കത് പിന്നെ റീയൂസബിൾ അല്ലാതെ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു പാലറ്റ്, ഒന്നുകിൽ ഇതുപോലുള്ള പാലറ്റ് വാങ്ങിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ബൗളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. അപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ വളരെ വിലക്കുറവാണ് നമ്മുടെ ഈ ഒരു പാലറ്റ്. ഒരുപാട് വിലയൊന്നുമില്ല. പാലറ്റ് വാങ്ങിക്കുക. അല്ല നമ്മുടെ ഗ്ലാസ്സില്ലേ, മിറർ ഗ്ലാസ്, അത് വേണ്ടാത്ത ഗ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പെയിൻറ്റ് ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം പാലറ്റ് ഇത് ചെറിയ പാലറ്റാണ്. നിങ്ങൾക്ക് വലിയ പാലറ്റ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പാലറ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് 2 ഉപകാരമുണ്ട്. നിങ്ങൾക്ക് ആരി വർക്കിൻ്റെ ഒക്കെ സെഷൻ വരുമ്പോൾ ബീഡ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സെഷൻ വരുമ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഈസിയാണ്. ചെറുതിനെക്കാട്ടി നല്ല കുറച്ചുകൂടി വലിയ പാലറ്റാണ്. ഞാൻ പോകെ ഓരോ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഓരോ മെറ്റീരിയൽസിനെ പറ്റി നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കാർബൺ പേപ്പറാണ്. ഇവിടെ ഞാൻ 2 തരത്തിലുള്ള കാർബൺ പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ബ്ലൂ കാർബണും ഇത് യെല്ലോ കാർബണുമാണ്. പിന്നെ ഒരു വൈറ്റ് കാർബണും കൂടെ ഉണ്ട്.
ഇപ്പം നമുക്ക് ഈ ഒരു യെല്ലോ കാർബൺ എന്ന് പറയുമ്പോൾ ഡ്രസ്സിലൊക്കെ ഇപ്പോഴും നമുക്ക് ചെയ്യാനായിട്ട് നല്ലത് ഈ ഒരു യെല്ലോ കാർബൺ പേപ്പറാണ് നല്ലത് കേട്ടോ. ഈ ഒരു ബ്ലൂ കാർബൺ എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലാതെ എന്തെങ്കിലും പടർത്തി എഴുതാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ഓഫീസുകളിലൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലൂ കാർബണും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അല്ലാതെ നമുക്ക് ഇത് നമുക്ക് ഡ്രസ്സിലേക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ അല്ല കേട്ടോ. ഇത് നമ്മൾ ഡ്രസ്സിൽ ഇപ്പം നമുക്ക് പിക്ചർ ഡയറക്റ്റ് വരയ്ക്കാൻ അറിയാമെങ്കിൽ ഈ 2 കാർബൺ പേപ്പറിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ പിക്ചർ വരയ്ക്കാൻ അറിയത്തില്ലാത്തവർക്ക് നമുക്ക് പടർത്തിയൊക്കെ പിക്ചർ നമുക്ക് ക്ലോത്തിലേക്കൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബൺ പേപ്പർ വേണം. അപ്പോൾ നമുക്ക് ഈ ഒരു കാർബൺ പേപ്പർ ഒന്നും തന്നെ നമ്മൾ ബ്ലൂ അതുപോലെ തന്നെ ബ്ലാക്ക് ഈ 2 കാർബൺ പേപ്പേഴ്സും നമ്മൾ ക്ലോത്തിൽ യൂസ് ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ വിടർത്തിയിട്ട് ക്ലോത്തിലേക്ക് വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ കൈകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് അത്രയും ഭാഗത്ത് ഫുൾ കളർ വരും. ഇതല്ല നമ്മൾ ഡ്രസ്സിലേക്ക് യൂസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമുക്കിവിടെ യെല്ലോ കാർബൺ ഉള്ളത്. യെല്ലോ കാർബൺ എന്ന് പറയുമ്പോൾ ഒരുപാട് മഷിയും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ പറ്റില്ല. ചെറിയ ഒരു എന്താ പറയുക മഷി അതിലുള്ളൂ. പക്ഷേ അതേസമയം ബ്ലൂ കാർബണിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മഷി ഉണ്ട് നമ്മുടെ കയ്യിലെല്ലാം ഇതുപോലെ പറ്റും. പക്ഷേ ഈ കാർബൺ അങ്ങനെ വരത്തില്ല കേട്ടോ. അത് യെല്ലോ കാർബണും ഇത് യെല്ലോ കാർബണാണ്. ഇതിൻ്റെ കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡിൽ നിങ്ങൾക്ക് കിട്ടും. അത് വൈറ്റ് കാർബണാണ് കേട്ടോ. അതാണെന്ന് അതും ഈ ഒരു വൈറ്റ് കാർബണും ഈ ഒരു യെല്ലോ കാർബണുമാണ് നമ്മൾ ക്ലോത്തിലേക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പെൻസിൽ വേണം, റബ്ബർ വേണം. നമുക്ക് പിക്ചറൊക്കെ വരയ്ക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിനി മെയിനായിട്ട് വേണ്ട കാര്യമാണ് ബ്രഷ് എന്ന് പറയുന്നത്. ബ്രഷ് വരുന്നത് പല മെഷർമെൻറ്റിലുള്ള ബ്രഷാണ് വരുന്നത്. പല പോയിൻ്റ് ബ്രഷുണ്ട്, റൗണ്ട് ബ്രഷുണ്ട്, ഫ്ലാറ്റ് ബ്രഷ്, അങ്ങനെ പലതരത്തിലുള്ള ബ്രഷസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് പോയിൻ്റ് ബ്രഷ് അഥവാ സീറോ ബ്രഷ് എന്ന് പറയും. അതാണ് നമുക്ക് ബ്രഷായിട്ട് നമുക്ക് ക്ലോത്തിലേക്ക് ഔട്ടർ പോർഷൻ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. പിന്നുള്ളത് റൗണ്ട് ബ്രഷും കാര്യങ്ങളൊക്കെ നമുക്ക് ഫില്ലിങ്ങും അതുപോലെ തന്നെ കുറച്ച് വീതിയിലുള്ള ലൈൻസൊക്കെ വരയ്ക്കണമെങ്കിൽ റൗണ്ട് ബ്രഷ് ഉപകാരപ്പെടും. ഇതുള്ള മെഷർമെൻറ്റ് ഞാൻ കാണിച്ചു തരാവേ. ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഔട്ട്ലൈൻ വരയ്ക്കുന്ന ബ്രഷിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇതാണ് ഔട്ട്ലൈൻ വരയ്ക്കുന്ന ബ്രഷ്. ഇതിൻ്റെ നമ്പർ വന്നിട്ട് 0 ആണ്. ഇപ്പം നിങ്ങൾക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് എല്ലാ ബ്രഷസും. പെയിൻറ്റിങ്ങിൻ്റെ ഫുൾ സെറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ബ്രഷസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ കേട്ടോ. ഇത് വന്നിട്ട് 0 ബ്രഷാണ്. അതിൻ്റെ ബ്രിസിൽസ് വന്നിട്ട് ഭയങ്കരമായിട്ട് അതുപോലെ ഷാർപ്പായിട്ടായിരിക്കും ഇതിൻ്റെ ബ്രിസിൽസ് ഉണ്ടാവുന്നത്. അപ്പം കണ്ടില്ലേ, ഷാർപ്പായിട്ടായിരിക്കും. അപ്പം നമുക്ക് ഔട്ട്ലൈനൊക്കെ വരയ്ക്കാൻ നേരം നല്ല നീറ്റായിട്ട് തന്നെ ലൈറ്റായിട്ട് ലൈൻ വരും. അതുപോലെ നീറ്റായിട്ട് അത് വരച്ചെടുക്കാനേ സാധിക്കും. പിന്നെ വന്നിട്ട് നമുക്ക് ബ്രഷ് നമ്പർ 5 ഉണ്ട്. കണ്ടോ, ഓരോ ബ്രഷിൻ്റെയും മെഷർമെൻറ്റ് അതിൽ തന്നെ നമുക്ക് ഇതുപോലെ എഴുതിയിട്ടുണ്ടാവും. ഇതുപോലെ ഒരു ക്യാപ്പ് ഇട്ടിട്ടാണ് കിട്ടുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്രിസിൽസ് ഒക്കെ പെട്ടെന്ന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഓൾറെഡി ക്യാപ്പ് ഇട്ട് വന്നിരിക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. വാട്ടറിൽ അങ്ങനെ ഇട്ട് വെച്ചേക്കില്ല. ചിലരൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വാട്ടറിൽ അങ്ങനെ ഡിപ്പ് ചെയ്തിട്ടേക്കും ബ്രഷ്. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ബ്രഷിൻ്റെ ബ്രിസിൽസ് ഒക്കെ ഇളകി വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പം ഇത് 2 ടൈപ്പിൽ ബ്രഷുണ്ട്. ഒന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ബ്രിസിൽസ് വരുന്നതുകൊണ്ട് അല്ലാതെ നമുക്ക് ത്രെഡിൻ്റെ ബ്രിസിൽസ് വരുന്നതുകൊണ്ട്. ത്രെഡിൻ്റെ ആണ് കൂടുതലും അങ്ങനെ വാട്ടറിലിട്ടാൽ പോകുന്നത്. പ്ലാസ്റ്റിക്കിന് അത്ര ഇതിലായിട്ട് പോകത്തില്ല. എങ്കിൽ കൂടെ നമുക്ക് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ബ്രഷ് എപ്പോഴും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് തുടച്ച് ഇതുപോലുള്ള ക്യാപ്പിട്ട് വെക്കുക. എങ്കിലത് നീറ്റായിട്ട് അവിടെ ഇരുന്നോളും. അതിൻ്റെ ബ്രിസിൽസ് ഒന്നും ഇളകി വിട്ട് അകന്ന് വരത്തില്ല. അതങ്ങനെ പോയാൽ തന്നെ നമുക്ക് പിന്നെയും റീയൂസബിൾ ആവത്തില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും യൂസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ഓരോ ബ്രഷും സൂക്ഷിക്കുക. പിന്നെ ബ്രഷ് നമ്പർ വന്നിട്ട് 5 ആണ് കേട്ടോ. പിന്നെ ഇനി അടുത്തത് വന്നിട്ട് ഇത് ബ്രഷ് നമ്പർ 6 ആണ്. 5 വരുമ്പോഴത്തേക്ക് ഇത് കണ്ടില്ലേ, 2 റൗണ്ട് ബ്രഷാണ്. പക്ഷേ അതിൻ്റെ ബ്രിസിൽസ് കുറച്ചുകൂടി ചെറുതാണ്. ഇതിൻ്റെ ബ്രിസിൽസ് കുറച്ചുകൂടി വലുതാണ്. ബ്രഷും കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. നമുക്ക് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ക്ലാസ്സുകൾ നമുക്കത് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇത് നമ്പർ 5, ഇത് നമ്പർ 6 ആണ്. ബ്രിസിൽസ് കുറച്ചുകൂടി വലുതും ചെറുതുമാണ് കേട്ടോ. ഇനി അടുത്തതെന്ന് വന്നിട്ട് നമുക്ക് ബ്രഷ് നമ്പർ 2. ഇത് വരുന്നത് ഫ്ലാറ്റ് ബ്രഷ് എന്നാണ് ഈ ബ്രഷിന് പറയുന്നത്. ഫ്ലാറ്റ് ബ്രഷിൻ്റെ സെക്ഷനിൽ വരുന്ന നമ്പർ 2 ബ്രഷാണ് ഇത് കേട്ടോ. കുറച്ച് വലിപ്പമുണ്ട്. ഇതുപോലെ വീതി കുറച്ച് ഫ്ലാറ്റായിട്ട് ഇങ്ങനെ വന്നിട്ട് കുറച്ച് വീതിയുള്ള ബ്രിസിൽസ് ആയിരിക്കും ഇതിന് വരുന്നത്. കുറച്ച് ഫ്ലാറ്റായിട്ടാണ് ഇതിരിക്കുന്നത്. അതേസമയം ഇതെന്ന് പറയുന്നത് കുറച്ച് റൗണ്ട് ബ്രഷാണ്.
കണ്ടോ, ഇത് ഫുൾ റൗണ്ട്, ഇത് ഫുൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷാണിത് കേട്ടോ. ഇനി അടുത്തത് ആ ഒരു ഫ്ലാറ്റ് ബ്രഷിൻ്റെ കാണിച്ചില്ലേ, അതിൻ്റെ തന്നെ ഇത് നമ്പർ 2, ഇത് നമ്പർ 6 കണ്ടോ, കുറച്ചുകൂടി വീതിക്ക് വരുന്നുണ്ട്. ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷാണ് ഇത് വരുന്നത്. ഇനി വന്നിട്ട് നമ്മുടെ നമ്പർ 4, ബ്രഷ് നമ്പർ 4 ആണിത്. അപ്പോൾ നമ്മളിവിടെ 5 കണ്ടായിരുന്നു. 5 വരുമ്പോൾ കുറച്ചുകൂടി ബ്രിസിൽസ് വലിപ്പമുണ്ട്, ഇത് കുറച്ചുകൂടി ബ്രിസിൽസ് ഒതുങ്ങിയതാണ്, കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട് കണ്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഫുൾ സെറ്റായിട്ട് നിങ്ങൾക്ക് അല്ലാതെ പാലറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പം ഫുൾ സെറ്റായിട്ട് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നത് യൂസ് ചെയ്യുക കേട്ടോ. ഇത് വന്നിട്ട് നമ്പർ 3 ആണ്. ഇത് ഇതുപോലെ തന്നെ ക്യാപ്പിട്ട് സൂക്ഷിക്കുക കണ്ടോ, നമ്പർ 3. അപ്പം മെയിനായിട്ട് നമുക്ക് വേണ്ട ബ്രഷ് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്ലൈൻ ബ്രഷും വേണം, ഒരു ഫില്ലിംഗ് ബ്രഷും വേണം. ഇത്ര ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് വളരെ ഈസി ആയിട്ട് ചെയ്യാം. എങ്കിൽ കൂടെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ബ്രഷുകളും നമുക്ക് വേണം. ഈ പറഞ്ഞ എല്ലാ ബ്രഷ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ മെഷർമെൻറ്റിലെ ബ്രഷസ് നമുക്ക് വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. എങ്കിലും നമുക്ക് മെയിനായിട്ട് ഒരു കാര്യം കൂടി വേണം. നമുക്ക് ക്ലോത്ത് ഇട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്തിലായിരിക്കും, ഫ്രെയിം വേണം അല്ലേ. നമുക്ക് ഫ്രെയിമിൻ്റെ സൈസ് വന്നിട്ട് ഫ്രെയിം നമ്പർ 6 ആണ്. ഇത് എന്ന് പറയുന്നത് എംബ്രോയ്ഡറി ഹൂപ്പാണ്, എംബ്രോയ്ഡറി ഫ്രെയിം എന്നും ഇതിനെ പറയും. ഇത് വന്നിട്ട് നമുക്ക് വേണ്ടത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വന്നിട്ട് എന്തിനാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലോത്ത് ഇതിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം പെയിൻറ്റിങ്ങും കാര്യങ്ങളും ചെയ്യാനായിട്ടാണ്. നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്യുന്നത് അതുപോലെ സ്റ്റാൻഡുള്ള ടൈപ്പുള്ള ഫ്രെയിമുകൾ അവൈലബിൾ ആണ്. ഇതല്ലാത്ത ടൈപ്പ് ഫ്രെയിമാണ് കേട്ടോ. നമ്പർ 6 ആണ്. ഇത് നമ്പർ 8ൻ്റെ ഫ്രെയിമാണ് കേട്ടോ. കുറച്ചുകൂടി വലിപ്പമുണ്ട്, ഇതിനെക്കാട്ടി കുറച്ചുകൂടി വലിപ്പമുള്ള ഫ്രെയിമാണിത്. ഇതിലേക്ക് ക്ലോത്ത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഫ്രെയിം വേണം, കാർബൺ പേപ്പർ വേണം, അതേപോലെ തന്നെ പാലറ്റ്, ഫാബ്രിക് പെയിൻറ്റ്, ബ്രഷ്, ഒരു റേസർ വേണം, പെൻസിൽ വേണം. നമുക്ക് ഫസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് കോട്ടൻ്റെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുക്കുക. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് പോപ്ലിൻ ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.